ഹലോ ഹലോ, ജീവൻ സാറിന്റെ വീടാണോ? ജീവനല്ല, വർക്കിയ. ഇത് ജീവൻ സാറിന്റെ വീടല്ലേ? ജീവൻ സാറിന്റെ വീടല്ല, ഇത് വർക്കിയുടെ വീടാണ്. അവൻ വാടകക്കാരൻ. എന്നതാ? ജീവൻ എന്ന് പറയുന്ന ആള് ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് ചെക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ അതിന്റെ റിസൾട്ട് വന്ന് ഡെങ്കു ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെങ്കുവാ? ആ, ഡെങ്കു ഫീവർ. ഡെങ്കിപ്പനിയാ? ആ, ഡെങ്കിപ്പനി ആണോ? ആ, ജീവനോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. ഇത് പകരുന്ന രോഗമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളും സൂക്ഷിക്കണം. കൂടുതൽ സമ്പർക്കമൊന്നും പാടില്ല. ഇതൊന്ന് പറയാൻ വിളിച്ചതാ. ആണോ? ശരി എന്നാ. ഓ ഭർത്താവേ, മരണോടിയായിരുന്നല്ലോ. ഞാൻ എടുത്തും പോയി. ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു കൃഷിത്തോട്ടമാണ് എൻ്റെ ലക്ഷ്യം. എന്റെ കുഞ്ഞെ, ഈ കേരളത്തിൽ ആകെ ആപ്പിൾ ഉണ്ടാകുന്നത് കാന്തല്ലൂര് മാത്രമാണ്. ഈ നാട്ടിലൊന്നും ഉണ്ടാകത്തില്ല. ആന്റി യൂട്യൂബ് വല്ലതും കണ്ടിട്ടുണ്ടോ? എൻ്റെ ആന്റി, ഇവിടെ ഞാൻ നല്ല മറ്റേ ഇങ്ങനെ തുടുത്ത് നിൽക്കണ ആപ്പിൾ ഞാൻ വിളയിച്ച് കാണിച്ചു തരാമല്ലോ ആന്റിക്ക്. ഞങ്ങൾ ആശുപത്രി പോയിട്ട് വന്നായിരുന്നു. ആണോ? ചെക്കപ്പ് കഴിഞ്ഞു. വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, സാധാ പനിയാ. ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഞാനും പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് പനിക്കൂർക്കയോ എന്തൊക്കെയോ തിളപ്പിച്ച് തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച്. ഞാൻ തിളപ്പിച്ചു തരാന്ന് പറഞ്ഞില്ല. അയ്യോ ആന്റി അല്ലേ ഇവള്. മനുഷ്യനെ കൊല്ലുവോ? എല്ലാരും മരിക്കാൻ പോവാ. പിന്നെ ഞാനങ്ങും മരിക്കത്തില്ല. ഞാൻ ഒട്ടും മരിക്കാൻ പോകുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ജീവമോനി പനിയാണ്. അത് ഞങ്ങൾക്കും അറിയാം. ഞാനിപ്പോ ആശുപത്രി പോയിട്ട് വന്നതേ ഉള്ളൂ. കണ്ടത് കാര്യമില്ല, ഇത് വലിയ കൂടിയ പനിയാണ്. ആ കൂടിയ പനി ആയതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ല ചൂടുണ്ടായിരുന്നു. എടി ഭ്രാന്തത്തി, ആ പനിയല്ല. പിന്നെ ഭ്രാന്തത്തി നിങ്ങളോ? ഇവൾ ഇനി ഞാനൊന്നും പറയുന്നില്ല. എന്നാ പറയണ്ട. ഇത് കേട്ടോ, അവന് മറ്റേ ആ പനി ഉണ്ടല്ലോ, എന്താ പറയാ, മറ്റേ പറക്കുന്ന പനിയെ. ഇങ്ങനെ എന്തോന്ന് വെച്ചാ പറ മനുഷ്യ. സോറി അങ്കിൾ. അങ്കിളെ എടാ ഒന്ന് പറ, എന്ത് പനിയാ? മറ്റേ കൊമ്പോട്ട് കുത്തിക്കഴിഞ്ഞാലുണ്ടാവുന്ന പനിയുണ്ടല്ലോ. കൊമ്പോട്ട് കുത്തുന്ന മറ്റേത് കൊതുക്. അത് തന്നെ. ഡങ്കു. ഡെങ്കോ ഡെങ്കിയോ അവന് വന്നോണ്ട് ഡങ്കു അവനുണ്ട്. അവന് വന്ന ഫോണ് ഞാനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അവന് ഡെങ്കു ആണെന്ന്. നീയൊക്കെയല്ലേ അവന്റെ കൂടെയൊക്കെ അവകാശം വിട്ടേക്കടി, അപ്പുറത്ത് മാറിയില്ലേ. ഇപ്പൊ ഒരു കാര്യം ചെയ്, മോനെ ആശുപത്രി ചെന്നിട്ടേ അവനെ ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. അല്ല, അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ഞാനും അവനും കൂടെ വണ്ടി ഇരുന്നാ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അയ്യോ, നമ്മുടെ വീട്ടിലേക്ക്. അയ്യോ, എന്നാ ഇങ്ങോട്ട് കേറ്റണ്ട, ചായ്പിലോട്ട് മാറിക്കോ. എവിടെ? ആന്റി വീട്ടിന്റെ അകത്ത് വെച്ചോണ്ടാ. ഇങ്ങനെയൊക്കെ പറയാമോ? ക്ലീൻ ചെയ്താൽ മതിയല്ലോ. ചായ്പി മാറുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കെങ്കിലും വരാതിരിക്കുമല്ലോ. അതാണ്. ഡെങ്കിപ്പനി വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ അകാലത്തിൽ പ്രായമായി പോവും. അയ്യോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് എഴുന്നേറ്റ് കിടക്കാൻ ജീവനില്ല ഇപ്പൊ. അയ്യോ, അതാണ്. അവക്ക് ഞാനില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ പോയിട്ട് വരാം. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാരെയൊന്നും വീട്ടിൽ കയറ്റണ്ടെന്ന് പറഞ്ഞത്. അതിപ്പോ വീട്ടിൽ കയറ്റിട്ട് വന്നതാണോ? എനിക്ക് വയ്യടാ. അതെനിക്ക് അറിയാൻ വയ്യ. നീ എണീറ്റേ. എന്താടാ, നീ ഓക്കെ അല്ലേ? ആ കുറച്ചേരം കിടക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് കോള് വന്നു. ഓള് വന്നാ? ആ, നീ ബ്ലഡ് കൊടുത്തത് നന്നായി. അതെന്നാ? നിനക്കൊരു മാരക രോഗമാടാ. എന്ത് മാരക രോഗം? നിനക്ക് ഡെങ്കിയു. ഡെങ്കിയോ? ഡെങ്കിയു. ഡെങ്കിയാ? ഡെങ്കിപ്പനിയാണോ? അതേടാ. ശരിടാ. നീയേ ഇവിടുന്ന് ചായപ്പിലേക്ക് പോകാൻ ആന്റി പറഞ്ഞു. ചായപ്പിലേക്ക് പോകാനാ? ആ. അതെന്തിന്? നീ കാരണം ഞങ്ങളെല്ലാം ചാവും. എടാ, അപ്പൊ ഞാൻ ചാവുവാടാ. നീ ഉറപ്പായിട്ടും ചാവും. എടാ, നീ എന്നെ വിട്ടിട്ട് പോവാണോ? ഞാൻ വിട്ടിട്ട് പോയില്ല, ഞാൻ ഇപ്പുറത്തുണ്ട്. പക്ഷെ നീ ചായപ്പിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ആന്റി. എടാ, അങ്ങനെയല്ലടാ. എടാ, എനിക്ക് ഡെങ്കിപ്പനിയുടെ ചികിത്സ നീ ജനലം തുറക്കണ്ട. അതല്ല. എടാ, നീ എന്നെ എന്തിനാടാ ഈ ചായപ്പിലേക്കൊക്കെ മാറ്റും? ഞാൻ മനുഷ്യനല്ലേടേ.
നീ മനുഷ്യനാന്ന് എനിക്കറിയാടാ. പക്ഷെ ആന്റി പറഞ്ഞു നീ ചായപ്പിലേക്ക് നീ കൊള്ളാം കേട്ടോ. നീ അതിനൊക്കെ അങ്ങോട്ട് കൂട്ട് നിൽക്കണല്ലേ പറയുന്നത്. എനിക്ക് തീരെ പാടില്ല. നീ ചുമ്മാ നീ പോ. എനിക്ക് മനസ്സിലായി. ഞാൻ പൊക്കോളാം. എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലടാ. എനിക്ക് മനസ്സിലായി. മതിയായി. ജീവരാ നീ പോ. എനിക്ക് വയ്യ. എനിക്ക് മനസ്സിലായി നിന്റെ കാര്യങ്ങളൊക്കെ. എങ്ങനെ രോഗം പകരുന്നത്? അത് കൊതുക് അടിച്ചിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യണം. ഒരു 500 രൂപ. എന്തോത്തിന്? എനിക്കൊന്ന് ഒരു പെട്ടി കൊതുതിരി വാങ്ങണം. കിടക്കുമ്പോ ചുറ്റും കത്തിച്ച് വെക്കണം. എന്നാ ഒരു കാര്യം ചെയ്യും, ചന്ദനത്തിരിയാ നല്ലത്. ചത്ത് കിടക്കുമ്പോ ചുറ്റിനും കത്തിച്ച് വെക്കുന്നത് അതാ. പഞ്ഞിയും കൂടി ആയാലോ? നീയൊക്കെ പറയും, നിന്റെ കയ്യിലിരിപ്പ് അതാണ്. എന്താ മോനെ? അല്ല ആന്റി, അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനൊരു വിഷമം. എന്നാ മോനും കൂടെ ചായപ്പിലും. അതാണ് നല്ലത്. ആ ചായപ്പിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ആന്റി, പനിയല്ലേ. അതെന്നെ പറഞ്ഞത്. നീയും അവനും കൂടി ചത്താ മതിയല്ലോ. ഞങ്ങൾ അതിന്റെ ഇടയിൽ എന്തിനു ചാവും? ആന്റി അത് പിന്നെ അതെ, ഡെങ്കി വന്ന ചാകത്തില്ല കേട്ടോ. അത് നിന്റെ വിവരക്കേട് കൊണ്ടാ. ഡെങ്കി വന്നാൽ എത്ര ദിവസം കൊണ്ട് ചാവും? എടോ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഡെങ്കി വന്ന ചാകത്തില്ല. നിനക്കത് പറയാം. എനിക്ക് ഈ ഒരു ജന്മമുള്ളൂ. എനിക്ക് എൻ്റെ ക്ലാരയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഓ, എനിക്ക് കുറെ ജന്മങ്ങളുണ്ടല്ലോ. നീയൊക്കെ ചത്താലെന്താ, ജീവിച്ചാലെന്താ? ഇതിലും വേഗം ഡെങ്കു ഒന്ന് ചാവുന്നതാണ്. നിന്റെ ഫോൺ അടിക്കുന്നുണ്ട്, എടുത്ത്. അതാണ് ഇതിന്റെ തുടക്കത്തിലൊന്നും കേൾക്കത്തില്ല. ഹോസ്പിറ്റലിൽ അല്ല അവൻ വിളിക്കും. അവന്റെ കാറ്റ് പോകാനായി കാണും. എന്താടാ കുട്ടാ? നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞു എന്നോട്? അത് പിന്നെ ആന്റി പറഞ്ഞപ്പോ എന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു. ആന്റി ഇങ്ങോട്ട് കൊച്ചേ. എന്റെ ആന്റി അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ താമസിച്ചേ? അവര് കെട്ടിപ്പിടിച്ചല്ലേ കിടന്നു തുടങ്ങിയേ. ഉറപ്പായിട്ടും അവനും ഡെങ്കിപ്പനി ഉണ്ടാവും. ഷോ, ഞാൻ പറഞ്ഞിട്ട് രണ്ടും ചായപ്പിലോട്ട് മാറാൻ തയ്യാറാകുന്നില്ലല്ലോ. ഷോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? നമുക്കെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകൂലേ? പേടിയാവുന്നു. അല്ല ആന്റി എന്താ ഈ ചൊറിഞ്ഞോണ്ടിരിക്കണേ? എന്താന്നറിയില്ല, നീ പിടിച്ചപ്പം പോലെ കൈ ചൊറിയുന്നു. ഞാൻ പിടിച്ചപ്പം ചൊറിയാനായിട്ട് എനിക്ക് അങ്ങനെ ചൊറിയുന്നൊന്നുമില്ലല്ലോ. അത് ചിലപ്പോ നിനക്കാ ഞരമ്പ് ഓടി കാണത്തില്ല. നീ അവനെ പിടിച്ചതല്ലേ. ആന്റിക്ക് ഇനി ഡെങ്കി ആയിരിക്കുവോ? നീ ചിരിക്കണ്ട. കൂട്ടുകാരനായിട്ട് നീ എന്നോട് കാണിച്ചത് മോശമായി പോയിട്ടോ. എടാ അത് അങ്ങനെ നീ അങ്ങനെ ഇതിനെ കാണല്ലേ. കൂട്ടുകാരനാണെങ്കിലും ഞാൻ നിന്റെ കൂടെ. ഹലോ ഹലോ, അവന് ഡെങ്കിയില്ല. മാറിപ്പോയി. ആര്? നിനക്കാ? അല്ല, ചാകത്തില്ല കേട്ടല്ലോ. എനിക്ക് അപ്പോഴേ തോന്നി നിന്റെ മാറ്റത്തെ കോവർ കഴുതകളോടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ തെറ്റ് വരുന്നത്. അവൻ എന്നെ കൂട്ടി പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. മരക്കഴുതകൾ ഇപ്പൊ വരും. ആര് വിളിച്ചിട്ടുണ്ട്? എങ്ങനെ ഉണ്ടാവും? മുറ്റത്തിടുവോ അത് ഫസ്റ്റ് ദിവസം മുറ്റത്ത് തന്നെ ഇടണം. എന്തൊക്കെയല്ലേ, ഒരു റിസൾട്ട് മാറിപ്പോയി. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എന്ത് മാറിയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, നമ്മളൊന്ന് ചെറുതായിട്ട് പേടിച്ചു അല്ലേ? നീ പേടിച്ച്, ഞാൻ പേടിച്ചില്ല. അത് ഞാൻ കണ്ടു. അവിടെ എന്നിട്ട് ഈ മെഴുകുതിരി മേടിക്കുന്നതും കമ്പിത്തിരി മേടിക്കുന്നതും 500 രൂപ ചോദിക്കുന്നതും. എടാ മണ്ട, അത് അവരെ ഒന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് കൊള്ളാലോ, സംഭവം കൊള്ളാലോ. ഇതോടെ മേടിച്ചോ? ജർമ്മനിയിൽ നിന്ന്. എടാ ഓൺലൈനായിട്ട് ഞാൻ വരുത്തിച്ചതാണ്. ആണോ? എത്ര രൂപ? 2200 രൂപ. ഇതോ? ആ, 2200 രൂപ. ഞാൻ കാറിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാറാ? ആ, കാറ് മേടിക്കാൻ പോകണോ? എനിക്ക് കൃഷ്ണഗ്രാമിൽ നിന്ന് ഗീവേ കിട്ടാൻ പോകുന്നുണ്ട്. കാറ്. ജീവേ? ആ, കാറോ? ആ, സത്യം. അത് കൊള്ളാലോ. ജീവമോൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. ഇവന്മാരിത് എപ്പോഴും അവിടെ നിന്നാണ്. ഹലോ ഹലോ, വർക്ക് ചെയ്യല്ലേ? ഞാൻ തന്നെ വർക്ക് വസതിയുള്ള വർക്ക്. ഒരു ഗീവവേല് പങ്കെടുത്തിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതില് മിസ്റ്റർ വർക്കിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അറിയാം. ആ ഗീവവേലെ ഗിഫ്റ്റ് ആ
ഒരു 2 ദിവസത്തിനകം കൊറിയർ ചെയ്തേക്കാം. ഇത്രയും വലിയ സാധനം കൊറിയറിലാക്കിയോ കാറ്? ആ കുഴപ്പമില്ല, നമ്മൾ എല്ലാ പ്രാവശ്യം അങ്ങനെയാ ചെയ്യാറ്. കാറ് കൊറിയറിലാ? ആ അതെ, ഒരു കാറിന്റെ ബാറ്ററി സെറ്റ്, പിന്നെ ഒരു റിമോട്ട്. ആ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് കൊറിയർ ചെയ്യാം. 4 ബാറ്ററി സെറ്റില് റിമോട്ടിലുള്ള കാറാ? ആ റിമോട്ട് കാറായിരുന്നു, നമ്മൾ ഗിവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സാർ അഡ്രസ് ഒന്ന് വാട്സപ്പ് ചെയ്യണേ. ഞാൻ ചെയ്യാം. 2000 രൂപയുടെ കാറിന് 2200 രൂപയുടെ കണ്ണാടി. മണ്ടൻ.